നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായന എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും നല്ലൊരു മനസ്സോടുകൂടി പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇത് കാണാനായി ശ്രമിക്കുക. വായനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. കഴിവതും മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക, വിളിക്കേണ്ടതില്ല. ധാരാളം കോളുകൾ വരുന്നത് കൊണ്ട് എനിക്കെല്ലാം കൂടെ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. രാത്രികാലങ്ങളിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ്. ഇത്രയും കാർഡ്സ് ആണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം ശാരീരികപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഒരു സമാധാനവും സന്തോഷവുമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വരുന്നത്. ഈ വ്യക്തിയുടെ എല്ലായ്പ്പോഴുമുള്ള ചിന്തകളിലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഗാഢമായ ചിന്തകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. രാത്രികാലങ്ങളിൽ മാത്രമല്ല, അല്ലാതെ നടക്കുമ്പോഴാണെങ്കിൽ പോലും ഈ വ്യക്തി ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, വേറൊരു കുടുംബമുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും ഈ വ്യക്തി ഒന്നോ രണ്ടോ തവണയെങ്കിലും ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കും. കാരണം ഈ ഒരു യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി രാത്രി കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പകൽ കിടന്നുറങ്ങുമ്പോഴോ അപ്രതീക്ഷിതമായി നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക, നിങ്ങൾ ഈ വ്യക്തിയുടെ അരികത്തേക്ക് വരുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പകൽ കിനാവ് പോലെ ഈ വ്യക്തി മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഇത്തരത്തിലുള്ള ചിന്തകളിൽ ഈ വ്യക്തി മുഴുകി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചും ഈ വ്യക്തി നന്നായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നീതി ലഭിക്കണം, എങ്ങനെയെങ്കിലും നീതി ലഭിച്ച് ഈ വ്യക്തിയുടെ കൈകളിലേക്കാക്കി എടുക്കണം എന്നുള്ള ആ ഒരു നിർബന്ധകരമായിട്ടുള്ള തീരുമാനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതിൻ്റെ ഒരു നെട്ടോട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള ഒരു പ്രയത്നത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിയെ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാകണം. അതെല്ലാം ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യവും കൂടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപിരിയാനാകാത്ത തരത്തിലുള്ള അത്രമാത്രം നിങ്ങളായി അടുത്തുപോയി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. ഇനി നിങ്ങളെ വിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോകാനോ വേറൊരു പ്രണയബന്ധത്തിലേക്കോ വിവാഹ ബന്ധത്തിലേക്കോ പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പലതരത്തിലുള്ള ഒരു തീരെ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ വീട്ടുകാര് ഒരു പക്ഷേ നിങ്ങളോട് അത്രത്തോളം താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വേറെ ദിശയിലേക്ക് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകണം, ഈ വ്യക്തിയെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകണം. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി ഒരു കാലഘട്ടത്തിൽ ഈ വ്യക്തിയുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് നിങ്ങളിൽ നിന്നും അകന്നുപോയ ഒരു വ്യക്തിയായിരിക്കണം. പക്ഷേ എങ്കിൽ പോലും
ഈ വ്യക്തി പല സത്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ആദ്യമേ തന്നെ കാണാൻ കഴിഞ്ഞത്. ഈ ഒരു പ്രപഞ്ച ശക്തിയാണെങ്കിലും ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിക്കോട്ടെ, ഈ വ്യക്തി ആയിക്കോട്ടെ, ചിലപ്പോൾ ഡിവോഴ്സി ആയിരിക്കാം, സിംഗിൾ പാരന്റ് ആയിരിക്കാം, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചും ക്ഷമിച്ചും ദുരിതങ്ങൾ അനുഭവിച്ചും മുന്നോട്ട് പോയ രണ്ട് വ്യക്തികളായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ മുന്നിൽ ചിലപ്പോൾ ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത്. പക്ഷേ ആ ഒരു ആത്മീയ ശക്തി, ആ ഒരു പ്രപഞ്ച ശക്തി, യൂണിവേഴ്സൽ പവർ, ആ ഒരു ശക്തി നിങ്ങളുടെ രണ്ടു പേരുടെ മാനസിക അവസ്ഥയെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ തീർച്ചയായും എത്ര പേര് നമ്മളെ എതിർത്ത് നിന്നാലും നമുക്കത് പ്രാവർത്തികമാക്കി എടുക്കാൻ സാധിക്കും. കാരണം ഈ ഒരു പ്രപഞ്ചം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് യൂണിവേഴ്സൽ ട്രൂത്ത്. മനസ്സ് അത്രത്തോളം ശുദ്ധിയായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു പൂർവ്വകാലം നോക്കുകയാണെങ്കിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ച് പോന്ന രണ്ട് വ്യക്തിത്വങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമലിലായിരിക്കാം. നിങ്ങളായിരിക്കാം ഒരു ഗൃഹനാഥന്റെ സ്ഥാനത്തോ ഗൃഹനാഥയുടെ സ്ഥാനത്തോ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന, ചിലപ്പോൾ നിങ്ങൾ എല്ലാവരെയും സഹായിച്ച് എല്ലാവരെയും സേഫ് ആക്കി എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാം ചെയ്തു, അവസാനം നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾക്ക് കൂലിയായി കിട്ടിയത് ഒറ്റപ്പെടലാണ്. അല്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കപ്പെട്ടു, നിങ്ങളെ ഒറ്റപ്പെടുത്തി. ഇത്തരത്തിലുള്ള അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുമ്പോൾ, ചിലപ്പോൾ ആത്മഹത്യ വരെയും ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കണം ഈ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് വിട്ട ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, വിജയിച്ച് കാണിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ നോക്കിയിരിക്കുക, നിങ്ങളായിട്ട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ ഓരോ ഫീച്ചേഴ്സ്, കണ്ണുകളായിക്കോട്ടെ, മൂക്ക്, ചുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡെവിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ശാരീരികപരമായിട്ടുള്ള ആകർഷണം, അതുപോലെ നിങ്ങളുടെ സംസാര ശൈലി, നിങ്ങളുടെ ശബ്ദം, ചുണ്ടുകൾ, അതെല്ലാം ഈ വ്യക്തിക്ക് വളരെയധികം ആകർഷണീയമായിട്ടാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇമോഷൻസ് തന്നെയാണ്, വളരെയധികം വികാരം തോന്നിപ്പിക്കുന്ന, അവിടെ സന്തോഷം എല്ലാം വരുന്നുണ്ട്. സന്തോഷ കണ്ണുനീര്, വളരെ ആനന്ദം തോന്നിക്കുക, എനിക്ക് ആരുമില്ലെങ്കിലും നീയുണ്ട് എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു ചിന്ത തന്നെയാണ് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയും പ്രവണതയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് എങ്ങനെയെങ്കിലും കടക്കണമെന്നൊന്നും ഈ വ്യക്തിക്ക് ചിന്തയില്ല. പക്ഷേ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ടാണ് 8 ഓഫ് സോർട്സ് തലകുത്തനെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് ലഭിച്ചിരിക്കുന്നത് സൂര്യന്റെ കാർഡാണ്. വെളിച്ചത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും വിജയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെ സാമ്പത്തികപരമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള ചിന്തയും ഈ വ്യക്തി, അത്തരത്തിലുള്ള ചിന്തകളും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ രാത്രികാലങ്ങളിൽ തന്നെയാണ് ഈ വ്യക്തി അമിതമായി ചിന്തിക്കുന്നത്. വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒന്ന് ലീവിന് വരാനോ എങ്ങനെയെങ്കിലും ഒരു ഇടവേള ലഭിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നേരിട്ട് കാണണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ആശ്ലേഷിക്കണം, അതായത് ഒന്ന് കെട്ടിപ്പിടിക്കണം, നിങ്ങളായിട്ട് ഒരുമിച്ച് എന്തെങ്കിലും ഒരു ചായ കുടിക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം. ഏതൊരു അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഊർജങ്ങളാണ് കാണാൻ സാധിക്കുന്നത്.
അതുപോലെ വേറെയും ഒരുപാട് സ്നേഹാഭ്യർത്ഥനകളൊക്കെ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പലതരത്തിലുള്ള ലാഭമേറിയ കാര്യങ്ങൾ, അതായത് കൂടുതൽ പൈസയുള്ള ആളുകളിൽ നിന്നൊക്കെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ വ്യക്തി കണക്കിലെടുക്കുന്നില്ല. അതൊന്നും ഈ വ്യക്തി മനസ്സിലേക്ക് എടുക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, കണക്കാക്കുന്നില്ല. നിങ്ങളിലേക്ക് തന്നെയാണ് ഈ വ്യക്തി പൂർണ്ണ മനസ്സോടുകൂടി വരാൻ ആഗ്രഹിക്കുന്നത്. നീതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കുതിച്ചുയർന്നു വരുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് ചെയ്താൽ, വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വായനയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഗോഡ് ബ്ലസ് യു.